എടീ. പ്രതീക്ഷിക്കാതെ അവളിൽ നിന്നേറ്റ പ്രഹരത്തിൽ ആദ്യം അവനൊന്ന് പകച്ചെങ്കിലും തന്നിൽ നിന്നും കുതറി മുന്നോട്ട് പോകുന്ന ചിത്രയെ നോക്കിക്കൊണ്ട് അവനും അവൾക്ക് പുറകെ പോയി. ആളൊഴിഞ്ഞ വഴിയിൽ കൂടെ ചിത്ര ഓടുമ്പോൾ അവളിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മഴയെ കാരണമൊന്നും കാണാൻ സാധിക്കാതെ അവൾ മുൻപോട്ട് ഓടുമ്പോൾ മഴ ശക്തിയിൽ ആർത്തുലച്ചു പെയ്യുകയായിരുന്നു. റോഡ് സൈഡിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തെ വകവയ്ക്കാതെ മുൻപോട്ട് ഓടുമ്പോൾ സന്ദീപിൻ്റെ കയ്യിൽ പെടരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ക്യാബിനിലിരുന്ന് ചെറിയ മയക്കത്തിലായിരുന്ന അബി ഒരിടിയുടെ ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു നോക്കി. അപ്പോഴാണ് പുറത്ത് പേമാരിയാണെന്ന് അവൻ അറിയുന്നത് പോലും. സാധാരണ പോലെ ഫോണെടുത്ത് അതിലേക്ക് നോക്കിയതും കിഷോറിൻ്റെ 10 മിസ്ഡ് കോൾ കണ്ട അവൻ മുഖൻ സംശയത്താലൊന്ന് ചുളുങ്ങി. എന്നാൽ ഉടനെ അവൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. കിഷോറിൻ്റെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും മറുപുറത്തുനിന്ന് കിഷോർ പറയുന്ന കാര്യങ്ങൾ കേട്ടതും ഇരിക്കുന്നിടത്തു നിന്നും അവൻ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. റോഡിലൂടെ ചിത്രയെ തിരഞ്ഞു ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ടെൻഷൻ നിറഞ്ഞിരുന്നു. അപ്പോഴും ചിത്ര ഇതുവരെ ഹോസ്റ്റലിലെത്തിയില്ല എന്ന് കിഷോർ പറഞ്ഞത് മാത്രം അവൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സാധാരണ അവൾ ബസ് കയറാനുള്ള സ്റ്റാൻഡിലേക്ക് പോയി നോക്കിയിട്ടും അവളെ കാണാതായതും അവൻ്റെ ഉള്ളിൽ അപായമണി മുഴങ്ങി. പോരാത്തതിന് മഴയുടെ ശക്തിയിൽ ട്രാഫിക് ജാമും പിന്നെ റോഡ് നിറയെ വെള്ളവും. പ്രതീക്ഷിക്കാതെ പെയ്ത മഴ സിറ്റിയിലുണ്ടാക്കിയതൊരു പ്രളയം തന്നെയായിരുന്നു. റോഡിൽ നിന്നും ആളുകളില്ല. ഏകദേശം എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് പോകാനും കഴിയില്ല. ഈ സമയത്ത് ബസ് പോയിട്ടൊരു ഓട്ടോ പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് ചിത്ര എവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അവന് ഉറപ്പായിരുന്നു. വീണ്ടും കാറ് മുൻപോട്ടെടുത്ത് പോകുമ്പോഴാണ് റോഡിൽ മഴയെ വകവയ്ക്കാതെ മുൻപോട്ടോടുന്നൊരു പെണ്ണിൻ്റെ ചിത്രം അവൻ്റെ കണ്ണിൽ പതിക്കുന്നത്. പെട്ടെന്ന് കാറ് ബ്രേക്കിട്ട് അവൾക്ക് മുൻപിൽ നിർത്തിയതും അത് ചിത്രയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു. എന്നാൽ തനിക്ക് മുൻപിൽ വന്ന തടസ്സം സന്ദീപിനാവല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ കണ്ണു തുറന്നു നോക്കിയവൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ കണ്ടതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളിൽ ഒരാശ്വാസം വന്ന് നിറഞ്ഞു. പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ പാഞ്ഞു ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ അവളുടെ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവനും ഒന്ന് നടുങ്ങിപ്പോയിരുന്നു. സത്യത്തിൽ അവളെ 2 വഴക്ക് പറയാനാണ് അവൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡോർ അടയ്ക്കുന്നതിന് മുൻപ് അവൾ അവനെ വന്ന് പൊതിയുകയായിരുന്നു. അവനൊന്ന് ഞെട്ടിയെങ്കിലും നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകളും ഭയത്തിൽ വിറക്കുന്ന അവളുടെ ശരീരവും അവനെ സംശയത്തിലാത്തി. ഇതേ സമയം ബുള്ളറ്റ് അവിടെ വെച്ച് അവൾക്കടുത്തേക്ക് ഓടിയ സന്ദീപ് മുൻപിലെ കാഴ്ച കണ്ട് അവിടെ തന്നെ തറഞ്ഞു നിന്നു. ചിത്രയെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന അപരിചിതൻ. മഴയായതുകൊണ്ട് അതാരാണെന്ന് അവൻ വ്യക്തമായിരുന്നില്ല. പെട്ടെന്ന് ഹെൽമറ്റ് തലയിലേക്ക് വെച്ച് വേഗം തിരിഞ്ഞു നടക്കുമ്പോൾ ചിത്രയെ തൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ അമർഷവും അവനിൽ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ നോക്കി മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യമടക്കുന്നവൻ ആരാണെന്ന് സന്ദീപ് അറിഞ്ഞില്ല. ഹെൽമറ്റ് വെച്ച് തിരിഞ്ഞു പോകുന്നവനെ അബി പകയോടെ നോക്കി. അതോടൊപ്പം അവൻ പോലും അറിയാതെ അവൻ്റെ വലത്തെ കൈ ചിത്രയെ അവനോട് ചേർത്ത് പിടിച്ചു. അപ്പോഴും അവളിൽ നിന്ന് കരച്ചിൽ കേൾക്കാമായിരുന്നു. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴാണ് താൻ ആരുടെ നെഞ്ചിലാണ് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് എന്ന് ചിത്ര ഓർത്തത്. അതോടെ വേഗം അവനിൽ നിന്ന് അവളെ പിടഞ്ഞു മാറി. സത്യത്തിൽ അപ്പോഴാണ് അബിയും ഇത്രയും നേരം അവൾ തൻ്റെ കൈക്കുള്ളിലായിരുന്നു എന്ന് ഓർത്തത്. അവനെ നോക്കാതെ തല താഴ്ത്തി നിൽക്കുമ്പോൾ തണുപ്പ് കൊണ്ടും ഭയം കൊണ്ടും അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. അവനെ നോക്കി കാണുകയായിരുന്നു അവളെ. ചുവന്നു കലങ്ങിയ കണ്ണും വിറയ്ക്കുന്ന ചുണ്ടുകളും കടന്ന് അവൻ്റെ കണ്ണുകൾ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന അവളുടെ ശരീരത്തിലെത്തി. ലൈറ്റ് യെല്ലോ നിറത്തിലുള്ള കോട്ടൺ സാരി അവളുടെ ആകാര വടിവിനെ എടുത്തു കാണിക്കുന്നുണ്ട്. കൈ 2 കൂട്ടുപിടിച്ച് വിറച്ചു നിൽക്കുന്ന അവളെ കണ്ടതും തൻ്റെ ബ്ലേസർ ഊരി അവൻ അവളുടെ അടുത്ത് പോയി. താൻ അടുത്തേക്ക് വന്നിട്ടും തല ഉയർത്തി പോലും നോക്കാത്തവളെ ഗൗരവത്തിലൊന്ന് നോക്കിയതിനു ശേഷം ആ ബ്ലേസർ അവൻ തന്നെ അവളുടെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു കൊടുത്തു. തനിക്കത്രയേറെ പരിചിതമായ ആ ഗന്ധം തൻ്റെ അടുത്തേക്ക് വന്നതും ചിത്ര തല ഉയർത്തി നോക്കി. എന്നാലും അപ്പോഴേക്കും അവൻ അവളെ പുതപ്പിച്ചിരുന്നു. അപ്പോഴും അവരെ നനച്ചുകൊണ്ട് മഴ ആർത്ത് പെയ്യുകയായിരുന്നു. എന്നിട്ട് തന്നെ തുറിച്ചു നോക്കുന്നവളെ മൈൻഡ് ചെയ്യാതെ അവളുടെ വലത് കൈ പിടിച്ച് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഡോറ് തുറന്ന് അകത്തേക്കിരുത്തി. എന്നിട്ട് അവനും കാറിലേക്ക് കയറി. കാറിൻ്റെ ഡാഷ്ബോർഡിൽ കിടന്ന് ശബ്ദിക്കുന്ന ഫോണെടുത്ത് അവൻ ചെവിയിലേക്ക് വെച്ചു. മറുപുറത്തു നിന്നുള്ള ആളുടെ സംസാരം കേട്ട് അവൻ്റെ മുഖം ചുളിയുന്നു കണ്ടെങ്കിലും അവനോടൊന്ന് ചോദിക്കാനോ പറയാനോ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ആ നിമിഷം. സീറ്റിലിരിക്കുന്ന ചിത്രയെ ഒന്ന് നോക്കിയതിനു ശേഷം
അഭി തൻ്റെ ഫോൺ നേരെ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. പിന്നെ വേഗം കാറ് തിരിച്ചു. അപ്പോഴാണ് ചിത്ര തല ഉയർത്തി നോക്കുന്നത്. അപ്പോഴേക്കും അവൻ ഗൗരവത്തിൽ കാർ തിരിച്ച് മുന്നോട്ട് പോയിരുന്നു. തനിക്ക് പോകേണ്ട വഴിയല്ല അവൻ പോകുന്നത് എന്നറിഞ്ഞതും ധൈര്യം സംഭരിച്ച് ചിത്ര അവനോട് സംസാരിച്ചു തുടങ്ങി. സർ, എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നാൽ മതി, ഞാൻ പൊക്കോളാം. പേടിച്ചാണെങ്കിലും ധൈര്യം സംഭരിച്ച് ചിത്ര അവനോട് ചോദിച്ചു. എന്നാൽ ഗൗരവത്തിന് മാറ്റം വരുത്താതെ തൻ്റെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊണ്ട് അവൻ അവൾക്ക് മറുപടി കൊടുത്തു. മഴ കാരണം റോഡെല്ലാം ബ്ലോക്കാണ്, അതുകൊണ്ട് നിനക്കിന്ന് ഹോസ്റ്റലിൽ പോകാൻ കഴിയില്ല. അവൻ്റെ വാക്കുകളിൽ അവളൊന്ന് പകച്ചു. ഈ മഴയത്ത് അതും രാത്രി ഇവിടേക്ക് പോകും എന്നുള്ള വേവലാതി അവളിൽ വന്നു നിറഞ്ഞു. കുറച്ചു മുൻപ് തൻ്റെ അടുത്തേക്ക് വന്ന സന്ദീപിൻ്റെ ചിത്രം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും തോറും ഭയത്തിൻ്റെ ആഴം കൂടി. എൻ്റെ വീട്ടിലേക്ക് പോകാം, ഇന്ന് അവിടെ നിൽക്കാം, നാളെ കാലത്ത് ഹോസ്റ്റലിലേക്ക് പോകാം. ഗൗരവത്തിൽ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ തന്നിലൊരാശ്വാസം വന്നു നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു. ഇതേ സമയം അവളുടെ കണ്ണുകളിലെ ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അവൻ. ആദ്യം ഭയം കൊണ്ട് നിറഞ്ഞ അവളുടെ കണ്ണുകളിൽ ആശ്വാസം നിറയുന്നത് കണ്ടപ്പോൾ അവൻ എന്തുകൊണ്ടോ വല്ലാതെയായി. അപ്പോഴും പുറത്താർത്തലച്ചു പെയ്യുന്ന മഴയുടെ ശക്തി കൂടി. പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലൂടെ അവൻ്റെ കാറ് ചേറിപ്പാഞ്ഞു പോകുമ്പോൾ ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അഭിയുടെ വീടിന് മുൻപിൽ അവൻ്റെ കാറ് നിന്നതും അതുവരെ കണ്ണുകൾ അടച്ചു കിടന്ന ചിത്ര കണ്ണുകൾ വലിച്ചു തുറന്നിരുന്നു. പെട്ടെന്ന് മുൻപിൽ കണ്ട ആ വലിയ മാളികയിലേക്ക് അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. പക്ഷേ അത്ര വലിയ വീട് ആദ്യമായി കാണുന്നതിൻ്റെ കൗതുകത്തേക്കാൾ അവളിൽ മുന്നിൽ നിന്നത് തനിച്ച് അവനോടൊപ്പം ഈ വീട്ടിൽ നിൽക്കണമെന്നുള്ള ഭയമായിരുന്നു. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അഭി നോക്കുമ്പോൾ ചിത്ര ഇപ്പോഴും കാറിൽ തന്നെ ഇരിക്കുവാണ്. ഇറങ്ങുന്നില്ലേ? ഗൗരവത്തോടെയുള്ള അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയതും ചിത്ര വേഗം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ പടികൾ കയറിപ്പോയി. അല്പം അടിച്ചുകൊണ്ട് പുറകെ ചിത്രയും. വലത്തെ കാല് വെച്ച് ആ വീടിൻ്റെ പടി ചവിട്ടുമ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. അഭി കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയ ഉടനെ അത് കാത്തു നിന്നതുപോലെ കിഷോർ വന്ന് വാതിൽ തുറന്നുകൊടുത്തു. ചിത്ര എവിടെ അഭി? അവനെ നോക്കി ആകുലതയോടെ കിഷോറിൻ്റെ കണ്ണുകൾ ചുറ്റും സഞ്ചരിക്കുമ്പോഴാണ് അവന് പുറകിൽ പമ്മി നിൽക്കുന്ന ചിത്രയെ അവൻ്റെ കണ്ണിൽ പെടുന്നത്. ചിത്രയെ നോക്കുന്ന കിഷോറിനെ ഗൗരവത്തിലൊന്ന് നോക്കിയതിനു ശേഷം അവനെ മൈൻഡ് പോലും ചെയ്യാതെ അഭിമന്യു പടികൾ കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. കാറ്റുപോലെ ആർക്കും മുഖം കൊടുക്കാതെ ആരെയും മൈൻഡാക്കാതെ അകത്തേക്ക് പോകുന്നവനെ ചിത്ര ഒരു നിമിഷം പകച്ചു നോക്കി നിന്നു. അതേസമയം അഭിയെ ഒന്ന് നോക്കി ദീർഘശ്വാസം എടുത്തുകൊണ്ട് കിഷോർ ചിത്രയെ അകത്തേക്ക് വിളിച്ചു. ചിത്ര എന്താ അവിടെ തന്നെ നിന്നത്? അകത്തേക്ക് വാ. തന്നെ നോക്കി പുഞ്ചിരിയോടെ വിളിക്കുന്ന കിഷോറിനെ നോക്കി അല്പം അടിച്ചുകൊണ്ടാണെങ്കിലും അവൾ അകത്തേക്ക് കയറി. താഴത്തെ നിലയിൽ ഹാളിന് വലതുഭാഗത്തുള്ള വലിയ മുറി അവന് ചിത്രയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ചിത്രയുടെ മുറി, ഇന്നിവിടെ തങ്ങാം. പിന്നെ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സേഫാണെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ എവിടെയോ തന്നെ കൊണ്ടുപോയി കളഞ്ഞതുപോലെയാണ് അവളുടെ സംസാരം. അവൻ്റെ വാക്കുകളിൽ സനയോടുള്ള ദേഷ്യം അറിയാനുണ്ടായിരുന്നു. ചിത്രയെ നോക്കി അത് പറയുമ്പോൾ കുറച്ചു മുൻപ് ചിത്ര വരാത്തതിൻ്റെ പേരിൽ തന്നെ വിളിച്ച് ദേഷ്യപ്പെട്ട സനയുടെ ചിത്രമായിരുന്നു അവൻ്റെ മുൻപിൽ തെളിഞ്ഞു നിന്നത്. കിഷോറിനെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് ചിത്ര വേഗം തൻ്റെ ഫോൺ എടുത്ത് ചാർജിലിട്ടു. തൻ്റെ മുറിയിലേക്ക് കയറിയ ഉടനെ നനഞ്ഞ ഡ്രസ്സ് തന്നിൽ നിന്ന് അടർത്തി മാറ്റി നേരെ മുന്നിലേക്കിട്ടു. പെട്ടെന്നാണ് അവൻ്റെ ഷർട്ടിൽ നിന്നൊരു പ്രത്യേക ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് വന്ന് പതിച്ചത്. ഒന്ന് സംശയിച്ചതിന് ശേഷം ആ ഷർട്ട് തൻ്റെ മുഖത്തേക്ക് ചേർത്ത് ആഞ്ഞു ശ്വാസമെടുക്കുമ്പോൾ ചെമ്പകത്തിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് വന്ന് പതിച്ചു. കുറച്ചു മുൻപ് പേടിച്ചരണ്ട് തന്നിലേക്ക് വന്ന് പതിഞ്ഞ് ആ പെണ്ണിൻ്റെ കരഞ്ഞു കലങ്ങിയ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് വിടർന്നു. പിന്നെ വേഗം തലയൊന്ന് കുടഞ്ഞതിനു ശേഷം ഷർട്ട് പിന്നിൽ തന്നെ ഇട്ടു. പിന്നെ വേഗം ഒരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. കുളിച്ചു മുറിയിൽ വന്ന് വസ്ത്രം മാറുമ്പോഴാണ് ചിത്രയുടെ കയ്യിൽ മാറാൻ വസ്ത്രമൊന്നുമില്ലെന്ന് അവൻ ഓർത്തത്. പിന്നെ കണ്ണുകൾ രണ്ടും മുറുക്കെ അടച്ചതിന് ശേഷം അവൻ്റെ കബോർഡ് തുറന്നൊരു സാരി കയ്യിലെടുത്ത് വേഗം താഴേക്ക് പോയി. ഇതേ സമയം തൻ്റെ കഴുകിട്ടിരിക്കുന്ന സാരിയിൽ നോക്കിയിരിക്കുവാണ് ചിത്ര. അത് പെട്ടെന്നുണങ്ങാൻ വേണ്ടി ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. ഒരു ബാത്റോബ് മാത്രമാണ് അവളുടെ വേഷം. കുളിച്ചതുകൊണ്ട് തന്നെ മുടിയിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട്. കുളിച്ചു മാറാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് പുറത്തിറങ്ങാതിരിക്കുവാണ്. അല്ലെങ്കിലും ആ വീട്ടിലുള്ള ആരോടും തനിക്ക് കുളിച്ചു മാറാൻ വസ്ത്രമില്ലെന്ന് പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. പെട്ടെന്നാണ് കഥയിൽ ഒരു മുട്ട് കേട്ടത്.
പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ബാത്റൂം തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിത്ര കതകിനടുത്തേക്ക് പോയി. അല്പം മടിച്ചാണെങ്കിലും തല മാത്രം പുറത്തിട്ട് നോക്കിയപ്പോഴാണ് കതകിന് പുറത്ത് നിൽക്കുന്ന അഭിയെ അവൾ കാണുന്നത്. കുളിച്ച് വസ്ത്രം മാറി നിൽക്കുന്നവനെ കണ്ടതും കതക് തുറക്കാൻ അല്പമൊന്ന് മടിച്ചു. പിന്നെ പതിയെ കതക് തുറന്ന് ഡോറിൻ്റെ സൈഡിലേക്ക് മറഞ്ഞു നിന്നു. എന്നാൽ അവളെ നോക്കാതെ അവൾക്ക് നേരെ തൻ്റെ കയ്യിലുള്ള സാരി നീട്ടിക്കൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് പകച്ചുവെങ്കിലും അവനെ നോക്കാതെ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് ആ സാരി വാങ്ങി ഡോർ അടച്ചിരുന്നു അവൾ. തൻ്റെ കയ്യിൽ നിന്നും ചിത്ര സാരി വാങ്ങിയതും വീണ്ടും തൻ്റെ മുറിയിലേക്ക് പടികൾ കയറി പോകുന്നവനെ ഒന്ന് നോക്കി കിഷോർ. പിന്നെ തൻ്റെ കയ്യിലുള്ള വസ്ത്രത്തിൻ്റെ കവറിലേക്കും പിന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അവൻ. രാത്രി പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കാനില്ല. എല്ലാവരും സലാഡാണ് കഴിക്കാറ്, പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ്. കിഷോർ കിച്ചണിൽ പച്ചക്കറി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദിനടുത്ത്. ആനന്ദ്. അവൻ്റെ ഗൗരവമുള്ള ശബ്ദം അവിടെ ഉയർന്നതും ആനന്ദ് തല ഉയർത്തി നോക്കി. സർ, സലാഡ് കൂടാതെ കുറച്ച് ചപ്പാത്തിയും കറിയും ഉണ്ടാക്കണം. എന്തെങ്കിലും വെജിറ്റബിൾ കറി മതി. കിഷോർ നടന്നു പോയതും ആനന്ദ് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. സാരി കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ ചിത്ര വേഗം സാരി എടുത്തു കൊടുത്തു. നനഞ്ഞ മുടി ഒന്ന് നേരെയാക്കിയപ്പോഴാണ് സനയുടെ ചിത്രം മനസ്സിലേക്ക് വന്നത്. വേഗം കുത്തിയിട്ട് ഫോൺ എടുത്ത് സനയെ വിളിച്ചു. കോൾ എടുത്ത ഉടനെ ഒരു 10 മിനിറ്റ് നിർത്താതെ ചോദ്യം ചോദിക്കലായിരുന്നു. ഒരുവിധം ഇന്ന് നടന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അവളൊന്ന് ഒതുങ്ങിയത് തന്നെ. കോൾ വെച്ച ഉടനെ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ചിത്രയുടെ ശ്രദ്ധ അവിടേക്ക് പോയി. ഫോൺ വെച്ച ഡോറ് തുറയ്ക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന കിഷോറിനെ നോക്കി ചിത്രയൊന്ന് ചിരിച്ചു. ചിത്ര, വാ, നമുക്ക് കഴിക്കാം. കിഷോർ വിളിച്ചെങ്കിലും ചിത്രയ്ക്ക് എന്തോ വല്ലാത്ത മടി തോന്നി. പിന്നെ അവന് പുറകെ നടന്നു. സത്യത്തിൽ അപ്പോഴാണ് ചിത്ര വീട് മുഴുവൻ ശ്രദ്ധിക്കുന്നത്. പുറമേ കാണുന്നത് പോലെ തന്നെ ഒരു കൊട്ടാരം, അത്രയ്ക്ക് വലുതും മനോഹരവും. വൈറ്റ് കളർ പെയിൻറ് മുതൽ ടൈൽ കർട്ടൻ അങ്ങനെയെല്ലാം വെള്ളയാണ്. ആവശ്യത്തിന് മാത്രം ഫർണിച്ചേഴ്സ്, അതെല്ലാം വൃത്തിയിൽ ആവശ്യത്തിനനുസരിച്ച് ഭംഗിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ആകർഷണീയത. നടന്നു നിന്നത് വലിയ ഡൈനിങ് ഹാളിന് മുൻപിലാണ്. അവിടെ അവൾക്ക് മുൻപേ സ്ഥാനം പിടിച്ചിരിക്കുന്നവനിലേക്ക് അവളുടെ മിഴികളൊന്ന് സഞ്ചരിച്ചു. ഒരു ഫുൾ സ്ലീവ് വൈറ്റ് ഷർട്ടും പിന്നെ ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും. ആ വേഷം അവന് നന്നായി ചേരുന്നുണ്ട്. അല്ലെങ്കിലും എന്തണിഞ്ഞാലും അവനത് നന്നായി ഇണങ്ങും. എപ്പോഴത്തെയും പോലെ അവൻ്റെ ഭംഗിയുള്ള മുടികൾ ജെല്ല് തേച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. മുഖത്ത് ഗൗരവം തന്നെ. പക്ഷേ ശ്രദ്ധ മുഴുവൻ കയ്യിലുള്ള ഫോണിലേക്കാണ്. തൻ്റെ ജോലിയിലായിരുന്നവൻ തൻ്റെ അടുത്ത് ആരുടെയോ സാമീപ്യം തോന്നിയ ഉടനെ തല ഉയർത്തി നോക്കിയതും അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് മഞ്ഞയിൽ ചുവന്ന ചെറിയ പൂക്കളുള്ള സാരി ചുറ്റി നിൽക്കുന്ന ചിത്രയിലേക്കായിരുന്നു. മുടി അഴിച്ചിട്ട് സാരി ഉടുത്ത് നിൽക്കുന്നവളെ ഒരു വേള തന്നെ സ്വയം അറിയാതെ നോക്കി നിന്നു അവൻ. തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ചിത്രയ്ക്കും എന്തോ വല്ലായ്മ തോന്നി. കിഷോറിൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അവളിൽ നിന്ന് മിഴികൾ അടർത്തി മാറ്റി അവൻ ഫോണിലേക്ക് തന്നെ നോക്കി. ചിത്ര എന്താ മടിച്ചു നിൽക്കുന്നത്? ഇരിക്ക്, ഇത് സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. അത് പറഞ്ഞ് ഒളി കണ്ടിട്ട് അഭിയെ നോക്കുമ്പോൾ അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള മട്ടിലുള്ള ഇരിപ്പാണ്. അപ്പോഴേക്കും ആനന്ദ് അവർക്കുള്ള ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എത്തിച്ചിരുന്നു. എല്ലാവരും ഒന്നിച്ച് കഴിക്കാനിരുന്നു. ഓരോരുത്തരും അവർക്ക് വേണ്ടതെടുത്ത് കഴിക്കുന്നുണ്ട്. ചിത്രയ്ക്ക് എന്തോ സ്വയം എടുത്ത് കഴിക്കാൻ വല്ലായ്മ തോന്നി. എല്ലാവരും കഴിക്കാനെടുത്തിട്ട് ഒന്നും എടുക്കാതെ മറ്റങ്ങ് നോക്കിയിരിക്കുന്നവളെ കണ്ടതും കിഷോറിൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ ആദ്യം നോക്കിയത് അഭിയെയാണ്. എന്നാൽ അവിടെയോ അവൻ ഈ നാട്ടുകാരനല്ല എന്ന മട്ടിലാണ് അവൻ്റെ ഇരിപ്പ്. പിന്നെ വേഗം കാസറോളിൽ നിന്ന് 2 ചപ്പാത്തി എടുത്ത് കിഷോർ ചിത്രയുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കറിയും കൊടുത്തു. ഇവിടെ ആരും ആർക്കും വിളമ്പി തരില്ല, വേണ്ടവരെടുത്ത് കഴിക്കണം. അതുമാത്രമല്ല, കഴിച്ച പാത്രം സ്വയം കഴുകി വെക്കണം. ഒരു ചിരിയോടെ കിഷോർ പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി. ആദ്യമൊന്ന് പകച്ചെങ്കിലും ചിത്ര അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്തു കൊണ്ടുപോയി കഴുകുന്നവരെ കണ്ടതും ചിത്ര വീണ്ടും ഞെട്ടി. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ അത് മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്നത് വരെ താനാണ്. പോരാത്തതിനെ കഴിച്ചു കഴിഞ്ഞ് എച്ചിൽ പാത്രങ്ങൾ പോലും താനാണ് എടുത്തു വെക്കാറ്. പെണ്ണാണ്, അതുകൊണ്ട് ഈ ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ചെറിയമ്മയ്ക്ക് നിർബന്ധമാണ്. അതിൻ്റെ കൂടെ അന്ന് താൻ പനിച്ചു കിടന്ന ദിവസം അച്ഛൻ കഴിച്ച പാത്രം അച്ഛൻ തന്നെ അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചതിന് ചെറിയമ്മ പനിച്ചു കിടക്കുന്ന തന്നെ അടിച്ചത് ഇന്നും ഓർമ്മയുണ്ട്. അതിൻ്റെ കൂടെ ഒരാണിനെ അടുക്കളയിൽ കയറ്റാൻ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമായോ എന്ന് ചോദിച്ച് വീണ്ടും അടിച്ചിരുന്നു. പഴയ ഓർമ്മയിൽ ചിത്രയുടെ കണ്ണ് നിറഞ്ഞു വന്നു.
അന്നൊക്കെ എത്രയൊക്കെ ജോലി ചെയ്താലും താൻ ചെറിയമ്മയ്ക്ക് ആ വീട്ടിലൊരു ജോലിക്കാരി മാത്രമാണ്. പഴയ ഓർമ്മയിൽ കണ്ണ് നിറഞ്ഞതും അവൾ ആരും കാണാതെ തൻ്റെ കണ്ണ് തുടച്ചു മാറ്റി. പിന്നെ ചിത്രയും അത് കഴിച്ച് പാത്രം കഴുകി വെച്ചു. ചിത്രയും അതുപോലെ ചെയ്തു.